Go, 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 shawty. It's your birthday. We gon' party like it's your birthday. ബ്രിട്ടോ. ഈ ഫ്ലോറിൽ കയറുന്ന വിട്ടോളാനോ? ഇയാള് വിട്ടോ? ശ്ശേ, അതല്ലെന്ന്. ബട്ടൺസ് ബ്രിട്ടോ. അത് ബട്ടൺസ് വിട്ടതല്ല, ഇതാ ഞാൻ അഴിച്ചിട്ടേക്ക്. പക്ഷെ അതല്ലെന്ന്, എന്റെ പേര് ബട്ടൺസ് ബ്രിട്ടോ. നല്ല പേരാണല്ലോ, അടിപൊളി. അടിപൊളി പേരല്ലേ, ബട്ടൺസ് ബ്രിട്ടോ. നല്ല പേരാട്ടാ. അതെ അതെ അതെ, പേര് മാത്രമല്ല, ഞാൻ അങ്ങ് തെന്നിന്ത്യൻ വരുന്നതായിരുന്നു. തെങ്ങിന്റെ ഇടയിൽ നിന്ന് പറയാം, ഇയാളെന്നാ കൊമ്പൻ ജെല്ലിയാണ്. തെന്നിന്ത്യയിൽ വന്ന ഒരു പിന്നെ ഇത് പിന്നെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. തെന്നിന്ത്യ മാത്രമേ ഉള്ളൂ, മലയാളത്തിൽ ചെയ്തില്ലേ? മലയാളത്തിൽ ചെയ്തായിരുന്നു, ഒരു പടത്തിൽ മാത്രം ചെയ്തായിരുന്നു. ഏത് സിനിമ? അത് നമ്മുടെ ലാലേട്ടന്റെ പടത്തിൽ. അത് പതുക്കെ വെച്ച് നിർത്തേണ്ടി വന്നു, ഞാൻ എന്നെ പറഞ്ഞു വിട്ടു, ഞാൻ പോരേണ്ടി വന്നു. ഏതാ സിനിമ? ഏതാ? അത് പിന്നെ നീറുന്ന ഒരു പ്രശ്നമായിട്ടാണ് അത് മാറിയത്. ആണാ? ആ, അത് ഏതാ പടം? ഏതാ പടത്തിന്റെ പേര് ഗുരു. ഗുരു സിനിമയിൽ. അതിലേതാണ് കോസ്റ്റ്യൂം? അതിൽ മൊത്തം ചാക്കല്ലായിരുന്നു. അതാണല്ലോ നീറുന്ന പ്രശ്നമായത്. നായികയ്ക്ക് ഭയങ്കര നായികയായിട്ടുള്ള പ്രശ്നം, ഒരു നീറുന്ന പ്രശ്നം. അതാണ് പ്രശ്നം. അത് ഈ മുളക് ചാക്ക് കൊണ്ടുവന്ന ചാക്കിനകത്ത്, മുളക് കൊണ്ടുവന്ന ചാക്കിനകത്ത് ഞാൻ ഡ്രസ്സ് തയ്ച്ച് നായികയ്ക്ക് കൊടുത്തു. വല്ലാതെ നീറി. അങ്ങനെ ആ ഒരു നീറുന്ന പ്രശ്നം കൊണ്ട് അത് ഞാൻ മലയാള സിനിമയിൽ ഒഴിവാക്കേണ്ടി വന്നു. ഇതല്ലാതെ വേറെ എന്താണ് പരിപാടി? വേറെ ഞാനൊരു ബിസിനസ് തുടങ്ങിയായിരുന്നു, അത് പൊളിഞ്ഞു. എന്ത് ബിസിനസ്? ഞാൻ ടെക്സ്റ്റൈൽസ് തുടങ്ങിയായിരുന്നു. അയ്യോ, ടെക്സ്റ്റൈൽസ് ഒന്നും തുടങ്ങിയ പൊളിയില്ല. കാരണം ഇപ്പൊ നല്ല രീതിയിൽ സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. പക്ഷെ അത് പൊളിഞ്ഞു. അത് കടയുടെ പേര് കൊണ്ടാണ് പൊളിഞ്ഞു പോയത്. പേരെന്താ? സണ്ണി ലിയോ. അയ്യോ, അത് നല്ല പേരല്ലേ? ആ, നല്ല പേരാണ്, പക്ഷെ ആ പേര് കൊണ്ടാണ് പൊളിഞ്ഞു പോയത്. അങ്ങനെ പേര് കേട്ടപ്പോൾ ആൾക്കാർ വിചാരിച്ച് തുണിയൊന്നും കാണത്തില്ലെന്ന് കടയിൽ. അതുകൊണ്ട് അങ്ങനെ ആരും വരാതായി, അങ്ങനെ പൊളിഞ്ഞു പോയി. ഞാനൊരു കാര്യം പറയട്ടെ. എന്തോ? ഈ കടയൊക്കെ പൊളിയാനുള്ള ഒരു കാര്യം, ഏതൊരു ബിസിനസ് തുടങ്ങിയാലും നമ്മളിപ്പോ ഹിന്ദു ആണെങ്കിൽ ഒരു ഗണപതി ഹോമം നടത്തും. ക്രിസ്ത്യാനി ആണെങ്കിൽ നമ്മൾ അതൊന്ന് വെഞ്ചരിക്കണം, അച്ഛനെ കൊണ്ടൊന്ന് വെഞ്ചരിപ്പിക്കണം. ഒരു മുസൽമാൻ ആണെങ്കിലോ ഉസ്താദിനെ വിളിച്ചോണ്ടോ അതൊന്ന് ഓദിക്കണം. അങ്ങനെയൊക്കെയാണ് ഒരു കട. അങ്ങനെയാണ് ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തില് എല്ലാ പ്രസ്ഥാനങ്ങളും നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രസ്ഥാനവും അതുപോലെ. നിങ്ങൾ അങ്ങനെ സംസാരിക്കല്ലേ. ഇങ്ങനെ ഓദിക്കാതെ പ്രാർത്ഥിക്കാതെ ഹോമം നടത്താതെ എത്രയോ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ അടിപൊളിയായിട്ട് നല്ല ലാഭത്തിൽ പോകുന്നുണ്ട്. ഒരെണ്ണം പറഞ്ഞാൽ മതി. ബീവറേജ് കോർപ്പറേഷനിലെ ഏത് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് അടിപൊളിയായിട്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ പോട്ടെ, എന്തുവാ വന്ന കാര്യം പറ. ഈ അശ്വതിയുടെ ഡ്രസ് ഒന്ന് മാറ്റണം. അയ്യോ, അതല്ല, നിങ്ങൾക്ക് ഇത് വെള്ളോ ചിന്ത. ഡ്രസ് കോഡ് ഒന്ന് മാറ്റണം. ഡ്രസ് ഞാൻ കണ്ടിട്ട് പ്രോഗ്രാം കണ്ടു. അപ്പൊ ചെറിയൊരു മാറ്റം വരുത്തണം എനിക്ക് തോന്നുന്നു. സാരിയും ബ്ലൗസും ഒക്കെ ചെയ്തു തരാറുണ്ടോ? സാരിയും ബ്ലൗസും ഞാൻ സാരി ഡിസൈൻ ചെയ്യും. ബ്ലൗസ് നമ്മുടെ അടുത്ത് രാഘവൻ ചേട്ടനുണ്ട്, തടിപ്പണി ചെയ്യുന്ന പുള്ളിക്കാ കൊടുക്കുന്നത്. ഇപ്പൊ ബ്ലൗസ് തടിപ്പണി ചെയ്യുന്നവരാണ് ബ്ലൗസ്. ഇപ്പോഴത്തെ ബ്ലൗസിന് ജനല് വേണം, തക്കള വേണം, പിന്നെ ഇവിടെ ഇങ്ങനെ കിളിവാതിൽ വേണം, പിന്നെ കണ്ണാടി ചില്ലി ഫിറ്റിയാണ്. എനിക്ക് വശമില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. അതൊക്കെ അവർക്ക് അവശം. അവർക്ക് അവശം, അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കും. അല്ല, ചേട്ടന് വക എന്തെങ്കിലും സ്പെഷ്യൽ ഡ്രസ്സുകൾ ഉണ്ടോ? എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ നിങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ, സെലിബ്രിറ്റികൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ ഒരു മാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ഡ്രസ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റി. കോമൺ അല്ലേ? കോമൺ ആണെങ്കിൽ ഞാൻ എൻ്റെ നൈറ്റി എന്ന് വെച്ചാൽ പ്രത്യേക രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കവർ ചെയ്ത് വേറെ തുണി ഇങ്ങനെ വരും, അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരും. ഒരു ബ്ലാക്ക് തുണി ഇവിടെ വരെ വരും, എന്നിട്ട് നൈറ്റി ഡിസൈൻ ചെയ്ത്. അതാകുമ്പോൾ നമ്മുടെ മാനം രക്ഷിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ലതാണ്. സ്ത്രീകൾക്കല്ലേ, പുരുഷന്മാർക്ക്. അങ്ങനെ മനസ്സിലായില്ലേ? ഇല്ല. വീട്ടിൽ മുറ്റം തൂക്കുന്ന ആരാ? ഉല്ലാസല്ലയോ? മീൻ വെട്ടുന്ന ആരാ? ഉല്ലാസല്ലയോ? വീട് പണികളെല്ലാം ചെയ്യുന്ന ഉല്ലാസല്ലയോ? അപ്പൊ ഈ തുണി എടുത്തിട്ടുണ്ട് നമ്മൾ മുറ്റം തൂത്താൽ ഉല്ലാസിന്റെ വീട്ടിലോട്ട് നോക്കുമ്പോൾ ഉല്ലാസിന്റെ ഭാര്യ ഒന്ന് തൂക്കുന്നു. നൈറ്റിയല്ലേ കാണുന്നത്? മാനം രക്ഷിച്ചോ? അപ്പം ഞാൻ ഒന്ന് അളവെടുത്താൽ അല്ല, ഒന്ന് ഡ്രസ് കോഡ് ഇടയ്ക്ക് ഒന്ന് മാറ്റുന്നത് നല്ലതല്ലേ? ഒന്ന് ചെയ്ത് നോക്കട്ടെ, പുതിയ ആളല്ലേ. കേട്ട ആളത്ര ശരിയല്ല അല്ലല്ല, നമുക്ക് തോന്നുന്നത്. ഞാൻ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് അളവെടുത്ത് തരാം. അല്ലല്ല, പുള്ളി കൊടുത്താൽ മതി. ഞാൻ അറിയാലോ എടുക്കണമെന്ന് എനിക്ക്. എടുത്തോളൂ, മെഷർമെന്റ് എടുത്തോളൂ. എന്താ ചേട്ടാ? ഇല്ല, ഒന്നുമില്ല. അളവെടുക്കോ? എടുക്കാം. എടുക്കാം, ഞാൻ എടുക്കാം. നിക്കേ, നിക്ക്. ഒരു ഗുളിക കഴിച്ചോട്ടെ. ഗുളികയോ? എന്തിന്റെ ഗുളിക? പ്രഷറിന്റെയാ. അല്ല,
ഹലോ എന്താ വിറയ്ക്കുന്നത്? അല്ലല്ല ഞാൻ പറിച്ചല്ല. ചോദിക്കട്ടെ, നിങ്ങൾ അളവെടുക്കുവാണോ അതോ ചൂട് പിടിക്കുവാണോ? അല്ലല്ല അളവെടുത്താണ്. അളവെടുത്താണോ? ആ. ആകെ അങ്ങ് വെപ്രാളാ. എന്ത് മനുഷ്യനത്? നാലുകെട്ട് പോലെ മൊത്തം പോക്കറ്റാ. ആ. കഴിഞ്ഞാ അടങ്ങിയിരിക്കില്ല, ഇത് എടുത്തിയാട്ടോ വന്ന് പിന്നെ 3 കട പൂട്ടിച്ചതാ അളവെടുത്ത്. ഏ സത്യം, ഇത് ആരോടാ ഈ സംസാരിക്കുന്നത്? എന്റെ കയ്യിലൂടാ സംസാരിക്കുന്നത്. അങ്ങ് എടുത്തിയാട്ടോ വന്നിട്ട് കൊള്ളുന്നതല്ല. എനിക്ക് വടിവാളിന്റെ മുന്നിൽ നിന്ന് 3 പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടത് യവന്റെ വെപ്രാളം കൊണ്ട്. അടങ്ങ് പതുക്കെ 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 മതി, പതുക്കെ കേട്ടോ, എന്നെ കൊല്ലിക്കല്ലേ. എന്റെ എല്ലാം താഴെ പോവാന്നല്ലോ. അളവെടുപ്പ് ഞാനൊന്ന് കാണട്ടെ, എനിക്ക് എത്ര വിശ്വാസം പോരാ. അല്ല എടുത്ത് മെഷർമെന്റ് മൊത്തം എടുത്ത് മെഷർമെന്റ് മൊത്തം എടുത്ത് കഴിഞ്ഞോ? മെഷർമെന്റ് ഇനി എടുക്കുന്നില്ല, മതിയോ? എടുത്തത്. ആ, അതൊന്ന് പറഞ്ഞേ. ഇല്ല എടുത്ത മെഷർമെന്റ് ഒന്നും ഇല്ലല്ല മെഷർമെന്റ് നോക്കണ്ട, അത് നോക്കണ്ട, ഞാൻ എഴുതി അല്ല, എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ആ, ഇത് കൊള്ളാലോ. ആണോ? നമ്മൾ ഉദ്ദേശിച്ചല്ലേ, പുള്ളിക്ക് പണി അറിയാം. അറിയോ? വെരി ഗുഡ്. കൈ സൂപ്പർ, കഴുത്ത് കൊള്ളാം, മൊത്തത്തിൽ കിടുക്കാച്ചിന്ന്. അത് മെഷർമെന്റ് അല്ല, എന്റെ മനസ്സാണ്. ഞാൻ പറഞ്ഞാലായിരുന്നോ ഞാൻ അളവെടുത്ത് തരാന്ന്. ഇതിൽ നന്നായിട്ട് അളവെടുക്കാൻ എനിക്കറിയാം.